ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ വീണ്ടും ATMൽ മോഷണ ശ്രമം. പൂങ്കുന്നം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATMലാണ് മോഷണ ശ്രമം നടന്നത്. മോഷ്ടാവെത്തിയത് മുഖം മൂടി ധരിച്ച്. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം തൃശൂർ കോലഴി സ്വദേശി E സന്തോഷ് കുമാറിന്. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് E സന്തോഷ് കുമാർ. പറപ്പൂക്കര മൂത്രത്തിക്കരയിൽ അച്ഛനെ വെട്ടിയ മകനെതിരെ വധശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്തു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് റിപ്പോർട്ട്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പരിധിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആന വീണ്ടും ജനവാസ മേഖലയിലെത്തി. പാലപ്പള്ളി നടാംപാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. വരവൂർ തളിയിൽ ആനയിടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ നഗരത്തിൽ വീണ്ടും ATM മോഷണ ശ്രമം. പൂങ്കുന്നം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATMാണ് തകർക്കാൻ ശ്രമിച്ചത്. മുഖംമൂടി ധരിച്ചെത്തിയ ആളാണ് ദൃശ്യങ്ങളിലുള്ളത്. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂരിൽ വീണ്ടും ATM കവർച്ചാ ശ്രമം. തൃശ്ശൂർ പൂങ്കുന്നത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പൂങ്കുന്നത്തുള്ള ATM ബ്രാഞ്ചിലാണ് കവർച്ചാ ശ്രമം. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന് സമീപമാണിത്. ഇന്നലെ രാത്രി 12:30 പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നാണ് മുഖം മൂടി ധരിച്ച ഒരാളെത്തിയത്. അയാൾ എത്തി ഈ ATM ബ്രാഞ്ചിന്റെ വാതിൽ തുറന്നു. പിന്നീട് കട്ടർ ഉപയോഗിച്ച് മോഷണത്തിന് ശ്രമിക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ അലാം മുഴങ്ങി. പോലീസിലേക്കും അലാമെത്തി, ബാങ്കിന്റെ മാനേജർക്കും അലാമെത്തി. ഇതോടെ കവർച്ചാ ശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ബാങ്കിലെ ജീവനക്കാരി കൂടിയായ ശോഭന. അല്ലേ, എന്താണ് സംഭവിച്ചത്? രാത്രി ഒരു 12:30 ഒരാൾ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് വന്ന് ഉള്ളിൽ കയറി ATMൽ ലോക്ക് പൊളിച്ചു. അപ്പോഴേക്കും അയാൾ കട്ടർ എടുത്തിട്ട് മുറിക്കാൻ നോക്കുമ്പോഴേക്കും അലാം വന്നതോടുകൂടി ആൾ പോയി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് പരിശോധന തുടരുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയ്ക്കൊപ്പം മുകേഷ് ലാൽ. 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം തൃശൂർ കോലഴി സ്വദേശി E സന്തോഷ് കുമാറിന്. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടം ശ്രീധരനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ്. കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥി കുടുംബാംഗമായ ഗോപാൽ ബർവയുടെ ജീവിതകഥ പറയുന്ന നോവലാണ് തപോമയുടെ അച്ഛൻ. ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു. മലയാളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ വയലാർ അവാർഡ് E സന്തോഷ് കുമാറിനെ കോലഴിയിൽ വെച്ച് അദ്ദേഹം തന്നെ അതിൻ്റെ ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. വളരെ സന്തോഷം. വളരെ മലയാളത്തിലെ വലിയ എഴുത്തുകാരൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു അവാർഡ് എൻ്റെ ഒരു പുസ്തകത്തിന് ലഭിക്കുക എന്നുള്ള വലിയൊരു സന്തോഷമായിട്ട് നോക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. വലിയ എഴുത്തുകാരുടെയും വലിയ കൃതികളൊക്കെ മലയാളത്തിൽ നിലനിൽക്കുന്ന വലിയ കൃതികൾക്കൊക്കെ ലഭിച്ചൊരു പുരസ്കാരം നമുക്ക് കിട്ടുക എന്നുള്ളത് അത് ഒരു ഇനി ഭാവിയിലുള്ള എഴുത്തിനെ കൂടുതൽ ഉത്തരവാദിത്വപൂർണ്ണമാക്കുമെന്നാണ് എൻ്റെ ഒരു വിഷയം. ഒരു അഭയാർത്ഥിയിലൂടെയാണ് ആ കഥ തപോമയുടെ അച്ഛൻ സഞ്ചരിക്കുന്നത്. ശരിക്കും ഈ മേഖലകളിലൊക്കെ എത്തി അടുത്ത അറിവുകളോട് കൂടി തന്നെ എഴുതിയത് അല്ലേ? അതുമാത്രമല്ല, അഭയാർത്ഥി എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു ഫ്രെയിമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അഭയാർത്ഥിയാണ് ആ മനുഷ്യൻ എന്നുള്ളത്. അയാൾ ഒരു വേറെ രീതിയിലുള്ളൊരു അഭയാർത്ഥിയാണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളിലേക്കൊരു രീതി അതിൽ വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് അയാളുടെ ഒരു വളരെ വൈയക്തികമായിട്ടുള്ളൊരു പ്രതിസന്ധിയും കുറ്റബോധമൊക്കെയുള്ള ഒരു തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഫ്രെയിമിൽ നിൽക്കുന്നുള്ളൂ. മാനസികമായിട്ടുള്ള മനുഷ്യർ തമ്മിലുള്ളൊരു സംഘർഷത്തിൻ്റെ ഒരു കഥ പറയാനാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുക. തീർച്ചയായിട്ടും രാഷ്ട്രീയം നമ്മൾ സ്വാധീനിക്കും. ഈ രാഷ്ട്രീയ സ്വാധീനം നമ്മുടെ മറ്റ് രചനകളിൽ വളരെ പ്രകടമായിട്ട് വരരുതെന്നുള്ളതും വളരെ സൂക്ഷ്മമായിട്ട് വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരാണ് ഞാൻ. വളരെ അഭിമാനകരമായ പുരസ്കാരം കോലഴിയിലേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ മലയാളികളുടെ സാഹിത്യ ലോകത്തിന് കൂടുതൽ രചനകൾ വീണ്ടും ഉണ്ടാവട്ടെ, ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയ്ക്കൊപ്പം മുകേഷ് ലാൽ. പറപ്പൂക്കര മൂത്രത്തിക്കരയിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മകനെതിരെ വധശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്തു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് റിപ്പോർട്ട്.
മൂത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിൽ 34 വയസ്സുള്ള വിഷ്ണുവിന്റെ പേരിലാണ് കേസ്. കഴുത്തിനും തലയിലും വെട്ടേറ്റ അച്ഛൻ ശിവൻ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 40 ദിവസത്തോളമായി വീട്ടിൽ തനിച്ച് താമസിച്ച് ആഭിചാരക്രിയകൾ നടത്തി വന്ന വിഷ്ണുവിനെ പോലീസ് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പരിശോധന നടത്തി. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. പഞ്ചായത്തിൽ സമർപ്പിക്കാൻ വീട്ടിൽ നിന്നും ചില രേഖകൾ എടുക്കാൻ എത്തിയതായിരുന്നു ശിവൻ. ഭാര്യ ലതികയും ഒരു ബന്ധുവും കൂടെയുണ്ടായിരുന്നു. ഇവരെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു ശിവനുമായി വഴക്കുണ്ടായി. ഇതിനിടെ വടിവാള് കൊണ്ട് വിഷ്ണു അച്ഛനെ വെട്ടുകയായിരുന്നു. അമ്മയെയും വെട്ടാൻ ശ്രമിച്ചെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിന് ശേഷം കത്തിയുമായി വീടിന്റെ മച്ചിൽ ഇരിപ്പുറപ്പിച്ച വിഷ്ണു 5 മണിക്കൂറിന് ശേഷമാണ് പോലീസിൽ കീഴടങ്ങിയത്. TCV പുതുക്കാട്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പരിധിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആന വീണ്ടും ജനവാസ മേഖലയിലെത്തി. കുളിയിലന്തോട് റബ്ബർ തോട്ടത്തിലാണ് ഞായറാഴ്ച രാവിലെ മുതൽ ആന നിലയുറപ്പിച്ചത്. ഇടതു പിൻകാലിന് പരിക്കുള്ള കാട്ടാനയെ നേരത്തെ വെറ്റിനറി ഡോക്ടർമാർ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകിയിരുന്നു. എന്നാൽ വ്രണം ഭേദമായിട്ടില്ലെന്ന് തുടർന്നുള്ള നിരീക്ഷണത്തിൽ ബോധ്യമായി. വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ദൗത്യം നടക്കുമെന്ന് വനപാലകർ അറിയിച്ചു. പാലപ്പള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നടാമ്പാടം ചെമ്പലംകാട് സ്വദേശി വേണാട്ട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി പട്രോളിങ്ങിനെത്തിയ വനപാലകരാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ജഡത്തിന് ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ട്. പാലപ്പള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്ന് വനപാലകർ അറിയിച്ചു. ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. വനാതിർത്തികളിലെ സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ മേഖലയിലെത്തുന്നത്. ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ആനയാകാം ഇതെന്നാണ് കരുതുന്നത്. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്ന് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ് റോഡിൽ നിലയുറപ്പിച്ചത്. 3 മാസമായി തളിയിലെ ഒരു പറമ്പിൽ ആനയെ തളച്ചിരുന്നു. കെട്ടഴിഞ്ഞ ആന തളി ശിവക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പാപ്പാന്മാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന അനുസരിച്ചില്ല. 1 മണിക്കൂറിന് ശേഷം എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. ഓണം ബമ്പറിന്റെ 1ാം സമ്മാനമായ 25 കോടി രൂപ ലഭിച്ചത് എറണാകുളം നെട്ടൂർ സ്വദേശിനിക്ക്. ലോട്ടറി വിറ്റ നെട്ടൂരിലെ ഏജൻസി ഉടമ ലതീഷാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത്. സമ്മാന ജേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന വ്യക്തിയല്ല ഭാഗ്യശാലിയെന്നും ലതീഷ് പറഞ്ഞു. അതേസമയം ഭാഗ്യവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്ന് അറിയിച്ചതായി ലതീഷ് വ്യക്തമാക്കി. ഭഗവതി ലോട്ടറി ഏജൻസിയുടെ വൈറ്റിലയിൽ നിന്നും ഏജന്റ് ലതീഷ് എടുത്ത് വിറ്റ ടിക്കറ്റിനായിരുന്നു 1ാം സമ്മാനം ലഭിച്ചത്. പാലക്കാട് ലോട്ടറി ഓഫീസിൽ നിന്നാണ് ഏജൻസി ലോട്ടറി എടുത്തത്. ശബരിമല ക്ഷേത്രം ശ്രീകോവിലിന്റെ പുതിയ വാതിൽ നിർമ്മിച്ചത് ദാരുശില്പി നന്ദകുമാർ എളവള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ വെച്ചാണ് മരപ്പണികൾ തീർത്തത്. പിന്നീട് വാതിൽ ഹൈദരാബാദിലേക്കാണ് കൊണ്ടുപോയതെന്ന് നന്ദകുമാർ പറഞ്ഞു. നിലവിലെ വിവാദത്തിന്റെ ഏതാനും ദിവസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിരുന്നതായും നന്ദകുമാർ എളവള്ളി പറഞ്ഞു. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വള്ളത്തോൾ നഗർ എറളക്കടവ് റെയിൽവേ പാലത്തിനു സമീപമാണ് ഇന്നലെയാണ് കാണാതായത്. ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കലുങ്കു സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീടിനുള്ള അപേക്ഷ നിരസിച്ച പുള്ളിലെ തായാട്ട് കൊച്ചുവേലായുധന് CPM നൽകുന്ന വീടിന്റെ കട്ടിളവയ്പ് AC മൊയ്തീൻ MLA നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KK അനിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS മോഹൻദാസ്, സിബി ജോസഫ്, VR ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 600 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വീടാണ് നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാനാണ് ലക്ഷ്യം. ആ പ്രയാസങ്ങൾ ജനപ്രതിനിധികളായ ഞങ്ങളോടൊക്കെ പറയാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ ജനപ്രതിനിധിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, പറ്റാത്ത കാര്യങ്ങൾ പരിശ്രമിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും കേൾക്കാനും അവരുടെ വിഷമം മനസ്സിലാക്കാനും പരിഹാരത്തിനുള്ള വഴി കണ്ടെത്താനുമുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത
ദേശീയപാത എടക്കഴിയൂർ ആശുപത്രിക്ക് സമീപം ഡിവൈഡറിലിടിച്ച് ലോറി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കോഴിക്കോട് നിന്ന് റബ്ബർ കയറ്റി കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ലോറി തലകീഴായി മറിയുകയും മുൻചക്രം തെറിച്ചു പോവുകയും ചെയ്തു. ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിൽ ഒലിച്ചുപോയി. ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ലോഡ് മാറ്റി മറ്റൊരിടത്തേക്ക് ലോറി മാറ്റി. നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി കൊടുങ്ങല്ലൂർ സ്വദേശി പിടിയിൽ. ബാങ്കോക്കിൽ നിന്നുമെത്തിയ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീൽ ജസ്ലാമാണ് പിടിയിലായത്. ഇയാൾ ഫാഷൻ ഡിസൈനറാണ്. ബാങ്കോക്കിൽ നിന്ന് കഞ്ചാവ് സിംഗപ്പൂരിൽ എത്തിച്ച ശേഷമാണ് കേരളത്തിലേക്കുള്ള കടത്ത്. വിപണിയിൽ 6 കോടി വില വരുമെന്നാണ് പ്രാഥമിക നിഗമനം. അബ്ദുൾ ജലീലിന്റെ ചെക്കിൻ ബാഗിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. നെടുമ്പാശ്ശേരിയിൽ 1 മാസം മുൻപ് ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്നും 4 കോടി രൂപയുടെ കഞ്ചാവ് പിടികൂടിയിരുന്നു. അസ്വാഭാവിക മരണമാണെങ്കിലും കാരണം വ്യക്തമല്ലാത്ത മൃതദേഹങ്ങൾ മാളയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യമായിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ അഷ്റഫ് ഇത് സംബന്ധിച്ച് ആരോഗ്യ ആഭ്യന്തര വകുപ്പുകൾക്ക് പരാതി നൽകി. കാരണം വ്യക്തമല്ലാത്ത മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാളയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന പോലീസിന്റെ നടപടികൾ സംബന്ധിച്ച് ദുരൂഹതയുള്ളതിനാൽ അന്വേഷണം വേണമെന്ന് പരാതിയിൽ പറയുന്നു. മാള പോലീസും ആശുപത്രി മുൻ സൂപ്രണ്ടും ചേർന്നാണ് നിയമലംഘനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് പരാതി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കിഴക്കേ കോടാലി ഗ്രാമമന്ദിരത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സുകുമാരൻ, ബ്ലോക്ക് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ, ട്രഷറർ ടി എ വേലായുധൻ, IR ബാലകൃഷ്ണൻ, MK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 3 നിലകളുള്ള സർക്കാർ പ്രൈമറി സ്കൂൾ എന്ന ബഹുമതി ഇനി കോടാലി GLP സ്കൂളിന് സ്വന്തം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വിദ്യാലയത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ 2ാം നില KK രാമചന്ദ്രൻ MLA നാടിന് സമർപ്പിച്ചു. വിദ്യാലയത്തിൽ സജ്ജമാക്കിയ ഭരണഘടനാ ചുമരിന്റെ അനാച്ഛാദനവും മേലൂർ നിർമ്മല എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മിച്ചു നൽകിയ കുട്ടി റോബോട്ടുകളുടെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാന്താര 2ാം ഭാഗം സിനിമയിൽ ആലപിച്ച 2 പാട്ടുകൾ ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് ഗായകൻ സന്നിധാനന്ദൻ. കാന്താരയിലെ 2 പാട്ടുകൾ പാടിയതിന്റെ സന്തോഷത്തിലാണ് സന്നിധാനന്ദൻ. തൃശ്ശൂർ ജില്ലയിലെ സ്വന്തം സന്നിധാനന്ദൻ ആ അനുഭവത്തെക്കുറിച്ച് TCVയോട് പറയും. വളരെ വലിയൊരു സന്തോഷം. ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ 2 പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം ആദ്യത്തെ കാന്താര ഇറങ്ങിയപ്പോൾ തന്നെ വല്ലാത്തൊരു സ്പിരിറ്റായിരുന്നു. കാരണം ഒരു വല്ലാത്തൊരു ആ ദൈവക്കോലം ഗുളികം വരുന്നതും ഗുളികം തെയ്യും. കാരണം നമുക്കൊരു വല്ലാത്തൊരു അടുപ്പമുള്ളൊരു സിനിമയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പാട്ടിൻ്റെ ഒരു ശബ്ദമാവാൻ കഴിയുന്ന ഒരു വലിയൊരു ഭാഗ്യം. ഒരു 2 വരി പാട്ടാവും. ആദി തൊട്ടയുണ്ട് വാനം കുന്നുഭൂമി നീലക്കടലേ, ഏതൊരാൾക്കുമായി ദൈവം കരുണയോടെ തന്ന മുതലേ, ഓ കോട്ടമാളിക കെട്ടിമന്നിടം വാഴുന്നോരേ കാടു ചൊൽകയായി ജാഗ്രത, കാട്ടുതീയല മാനത്തോളം എത്തിയെ ആരണച്ചിടാൻ ആളിടുന്നു തീയത ചങ്കിലോ പെരുമ്പറ, ആരോ പറഞ്ഞിടുന്നു ജാഗ്രത. സന്നിധാനന്ദൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഈ കാന്താരയിലെ പാട്ട് ജനം ഏറ്റെടുത്തതിലെ സന്തോഷം പങ്കുകയാണ് സന്നി. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയ്ക്കൊപ്പം മുകേഷ് ലാൽ. കനോലി കനാലിൽ പുല്ലൂറ്റ് പാലത്തിന് സമീപം നടക്കുന്ന മണലെടുപ്പ് അധികൃതർ തടഞ്ഞു. 300 മീറ്റർ ദൂരപരിധി ലംഘിച്ചുള്ള മണൽവാലർ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി VR സുനിൽകുമാർ MLA അറിയിച്ചു. സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമം ലംഘിച്ച് മണൽ വാരിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു.
സർക്കാർ തലത്തിൽ അഡീഷണൽ ഇറിഗേഷൻ്റെ നേതൃത്വത്തിൽ ആവശ്യപ്രകാരം തന്നെയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്കൽ നീക്കം ചെയ്യുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചെറിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മനസ്സിലാകുകയും അതിനനുസൃതമായിട്ടുള്ള നടപടിയിലേക്ക് കിടക്കുകയും ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം പാലത്തിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 300 മീറ്റർ അകലത്തിൽ വെച്ചുകൊണ്ട് എക്കൽ നീക്കം ചെയ്യാനുള്ള അനുവാദം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് സൂചിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് അഡീഷണൽ ഇറിഗേഷനോട് സൂചിപ്പിച്ച പ്രകാരം തന്നെ അത് നിർത്തിവെക്കാനുള്ള നടപടിക്രമങ്ങളും ഇതോടനുബന്ധമായിട്ട് നടത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ആരാണ് തെറ്റ് ചെയ്യുന്നത് അവർക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൈപുണ്യ വികസന കേന്ദ്രം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാവായിരുന്ന ആനത്തൽവട്ടം ആനന്ദിന്റെ 2ാം ചരമവാർഷിക ദിനം CITU എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ആചരിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CITU കേന്ദ്ര കമ്മിറ്റി അംഗം KK പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്, TD സുനിൽ, KM പരമേശ്വരൻ, KS സദാനന്ദൻ, NB ജയ എന്നിവർ സംസാരിച്ചു. കവലകളിൽ ജയചന്ദ്രന്റെ പാട്ടുകൾ മാത്രം പാടി വേലായുധൻ തണ്ടിലം. ചെറുപ്പക്കാർ വരെ ഇപ്പോൾ പഴയ പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത് എന്നറിയുമ്പോൾ സന്തോഷമുണ്ടെന്ന് വേലായുധൻ പറഞ്ഞു. ആരോഗ്യം അനുവദിക്കും കാലത്തോളം ജയചന്ദ്രന്റെ പാട്ടുകളുമായി സഞ്ചരിക്കുമെന്നും വേലായുധൻ പറഞ്ഞു. അവിവാഹിതനായ വേലായുധൻ സഹോദരിയുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. വന്യജീവികളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സുലൈഖ അസീസ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഷെമിയ അധ്യക്ഷത വഹിച്ചു. ഹംസ എളനാട്, ഷാജഹാൻ എളനാട്, CV ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരായ അഡ്വക്കേറ്റ് E രാജനും രാജൻ പെരുമ്പള്ളിയും മുഖ്യപ്രഭാഷണം നടത്തി. V വിനോദ് അധ്യക്ഷത വഹിച്ചു. സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ, സന്ധ്യ അറയ്ക്കൽ, MD രത്നമ്മ, K രഘുനാഥൻ, ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സമിതി ഫുട്ബോളേഴ്സ് മേലടൂർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റ് PTA പ്രസിഡന്റ് EP രാജീവ് ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ അനിൽ ജോൺ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക TK സുജാത സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉദ്ഘാടന കിക്ക് ഓഫിൽ പ്രധാന അധ്യാപിക TK സുജാത ഗോൾ കീപ്പറായി. അനിൽ ജോണിനെ സ്നേഹപൂർവ്വം പറയുന്നില്ല. പഴയന്നൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 26ാം വാർഷികാഘോഷം വർണ്ണാഭമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A സൗഭാഗ്യവതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹംസ തുടങ്ങിയവർ സംസാരിച്ചു.
നടത്തറ സിഗ്നലിൽ സൈക്കിളിൽ അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. മണ്ണുത്തി പട്ടാളക്കുന്ന് സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ 61 വയസ്സുള്ള രാജനാണ് മരിച്ചത്. കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു അപകടം. മുല്ലശ്ശേരി പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വയോജന സംഗമം നടന്നു. ചലച്ചിത്ര നടൻ നന്ദകിഷോർ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മിനി മോഹൻദാസ്, ശ്രീദേവി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരേസ സ്കൂളിൽ കലോത്സവം നടന്നു. ഫാദർ അജിത് ചിറ്റിലപ്പള്ളി നൃത്താവിഷ്കാരത്തിലൂടെ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മണലൂർ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഹൃദ്യ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി, അധ്യാപികമാരായ എലിസബത്ത്, ലിസ്ന എന്നിവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ ഓണംകളി മത്സരം സംഘടിപ്പിച്ചു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടന്ന മത്സരം ക്ഷേത്രം മേൽശാന്തി മനോജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ വിജയൻ കുറ്റിപ്പറമ്പിൽ, കുമാർ അരങ്ങത്ത്, ഷാജു പൂക്കാടൻ, സുനിൽ കുമാർ കൈമാപ്പറമ്പിൽ, CK നിരൺഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം വാർഡിലെ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. വാർഡംഗം ശിവരാമൻ പോതയിൽ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് നന്ദകുമാർ ചക്കമല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ജോണി ഓണപ്പറമ്പിൽ, ഖജാൻജി സരസ്വതി ശിവരാമൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ശിവരാമനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. കുന്നംകുളം നഗരസഭയിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ക്ഷേത്ര വാദികല അക്കാദമിയുടെ ശിലാസ്ഥാപനം അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മന്ത്രി K രാജൻ നിർവഹിച്ചു. വാദികല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. രാംകുമാർ കാട്ടാനിൽ നൽകിയ 10 സെന്റ് സ്ഥലത്താണ് അക്കാദമി ഒരുങ്ങുന്നത്. വാദ്യ കുലപതികളായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, പെരുവനം കുട്ടന്മാരാർ, കടമേരി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വെന്മേനാട് ഗാന്ധിജി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് വയോജന സംഗമം സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സലാം വെന്മനാട് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് അംഗം ഫൈസൽ പാവർട്ടി ഒരുക്കിയ പ്രാർത്ഥനാ നാളങ്ങൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, ഫൈസൽ പാവർട്ടി, ക്ലബ്ബ് സെക്രട്ടറി സജീവൻ വേളത്ത് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ 6 വാർഡുകളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ബെന്നി ബഹന്നാൻ MP സ്വിച്ച് ഓൺ നിർവഹിച്ചു. കവിയും അധ്യാപകനുമായ പ്രൊഫസർ KV രാമകൃഷ്ണന്റെ നവതി ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് ശിഷ്യ സുഹൃത്ത് സഹപ്രവർത്തക കൂട്ടായ്മ. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അവിരാമം എന്ന നവതി ആഘോഷങ്ങൾ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KP മോഹനൻ, ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഡോക്ടർ PV കൃഷ്ണൻ നായർ, KV അബ്ദുൽ ഖാദർ, MP സുരേന്ദ്രൻ, ഡോക്ടർ ശ്രീരഞ്ജിനി, കവി രാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളെയൊക്കെ ഗതിയിൽ നിന്നാണ് ഞാൻ കൊടുത്തുള്ള വിവരണം. ഇനി വാണിജ്യം.
ഹരിതം ഗ്രൂപ്പിന്റെ ഹരിതശ്രീ അഗ്രോ നഴ്സറിയുടെ 3ാമത്തെ ശാഖ പെരിഞ്ഞനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിതം അഗ്രോ നഴ്സറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പ്ലാന്റ്സ് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ നാട് തൊടുപുഴയാണ്, മൂലമറ്റം എന്ന് പറയും. അപ്പോൾ അവിടെ എനിക്കൊരു കുഞ്ഞു വീടും നിറയെ ചെടികളും ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. 2011 ഈ പ്രസ്ഥാനം സ്ഥാപിതമാകുന്നത്. അതിൻ്റെ പല ബ്രാഞ്ചസ് ആയിട്ട് അങ്ങോളം ഇങ്ങോളം കേരളത്തിലുടനീളം അല്ലേ പടർന്ന് പന്തലിച്ചൊരു വലിയൊരു ബ്രാൻഡാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പ്ലാൻ ചെയ്ത് അപ്പം തന്നെ കുറേ ചെടികൾ ഇവിടുന്ന് വാങ്ങിക്കണമെന്ന് ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചെടികൾ വാങ്ങാം. ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും അല്ല, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ഹരിതം നഴ്സറിയിൽ നിന്ന് ചെടികൾ നൽകുന്നത്. ഹരിതം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു ഹരിദാസ്, കോർഡിനേറ്റർ സജീവൻ പടിഞ്ഞാറേക്കോട്ട്, ഹരിതശ്രീ അഗ്രോ നഴ്സറി മാനേജർ സജീന അജു തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ നിർധനരായ 10 രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി. ഉദ്ഘാടന ദിവസത്തെ വിറ്റുവരവ് പെരിഞ്ഞനത്തെ ശാലോം സദന് നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അലങ്കാര ചെടികൾ, ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷ തൈകൾ, വളങ്ങൾ, ചട്ടികൾ, പച്ചക്കറി തൈകൾ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭിക്കും. കൂടാതെ തോട്ടം പരിചരണത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഹരിതശ്രീ അഗ്രോ നഴ്സറിയിൽ ലഭ്യമാണ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,945 രൂപ, പവന് 87,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ വീണ്ടും ATM-ൽ മോഷണ ശ്രമം. പൂങ്കുന്നം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM-ലാണ് മോഷണ ശ്രമം നടന്നത്. മോഷ്ടാവ് എത്തിയത് മുഖംമൂടി ധരിച്ച്. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം തൃശൂർ കോലഴി സ്വദേശി E സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് E സന്തോഷ് കുമാർ. പറപ്പൂക്കര മൂത്രത്തിക്കരയിൽ അച്ഛനെ വെട്ടിയ മകനെതിരെ വധശ്രമത്തിന് പുതുക്കാട് പോലീസ് കേസെടുത്തു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന റിപ്പോർട്ട്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പരിധിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആന വീണ്ടും ജനവാസ മേഖലയിലെത്തി. പാലപ്പള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.